പെണ്ണ് കെട്ടാൻ തയ്യാറെടുത്തു നിൽക്കുന്ന യുവാവിന് 8 കൊല്ലമായി പെണ്ണ് കാണൽ തന്നെയാണ് പരിപാടി. ചെന്നൈയിൽ ജോലിയുള്ള അവൻ വെള്ളിയാഴ്ച വൈകിട്ട് തലശ്ശേരിയിലേക്ക് തീവണ്ടി കയറും. പെൺകുട്ടികളെ കാണും. തിങ്കളാഴ്ച പുലർച്ചെ തിരിച്ച് ഓഫീസിലെത്തും. എത്രയോ വർഷമായി ഇതുതന്നെയാണ് പരിപാടി. കേൾക്കുമ്പോൾ വലിയ സംശയം തോന്നും. കുഴപ്പമില്ലാത്ത ജോലിയുള്ള ഒരു യുവാവിന് ഇത്രയും കൊല്ലമായിട്ടും കല്യാണം കഴിക്കാൻ ഒരു പെൺകുട്ടിയെ കിട്ടിയില്ലെന്നോ? അതിനുത്തരം വളരെ ലളിതമാണ്. മാവിൽ മാങ്ങയുണ്ടാകും, തെങ്ങിൽ തേങ്ങയുണ്ടാകും, റംബൂട്ടാൻ മരത്തിലാണ് റംബൂട്ടാൻ ഉണ്ടാവുക. ഈ മൂന്നിനങ്ങളുടെയും ഗുണവും മണവും കാഴ്ചയുമുള്ള വിളവ് ഒറ്റ മരത്തിൽ പ്രതീക്ഷിക്കരുത്. മാമ്പ്രത്ത് ജയേഷ് അതാണ് ആഗ്രഹിച്ചത്. പിന്നെ എങ്ങനെ പെണ്ണ് കിട്ടാനാണ്? തമാശയ്ക്ക് വേണ്ടിയുള്ള തമാശകളോടൊപ്പം നിരവധി സിറ്റുവേഷണൽ കോമഡിയും കൂടി ചേരുന്നതിനാൽ 2 മണിക്കൂർ സമയം സിനിമ ആസ്വദിച്ച് കാണാനാകും. പെണ്ണിനെ ഇഷ്ടപ്പെടാത്ത ചെറുക്കൻ മാത്രമല്ല, ചെറുക്കനെ ഇഷ്ടമില്ലാത്ത പെൺകുട്ടികളുമുണ്ട്. ഇഷ്ടപ്പെട്ടില്ലെന്ന് ഒരു പെൺകുട്ടിയോട് പറയുമ്പോൾ അവൾ അനുഭവിക്കുന്ന വേദന തിരിച്ചു കേൾക്കുമ്പോൾ യുവാവും അനുഭവിക്കണമെന്നത് കാവ്യനീതിയാണ്. ആ നീതി മാമ്പ്രത്ത് ജയേഷിനും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഒരാഴ്ച മുമ്പ് റിലീസ് ചെയ്ത അൻപോട് കൺമണി പോലെ ഒരു ജാതി ജാതകവും തലശ്ശേരി പശ്ചാത്തലത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. തലശ്ശേരിയുടെ പ്രാദേശിക ശൈലി അതേ രീതിയിൽ സിനിമയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റിലീസായ പൊന്മാനിൽ കൊല്ലത്തിൻ്റെ പ്രത്യേകതകളും സമീപ പ്രദേശങ്ങളും വിവരിച്ച ഗാനം വന്നതുപോലെ തലശ്ശേരിയുടെ പ്രാന്തപ്രദേശങ്ങളുടെ പേരുകൾ ചേർത്തൊരു ഗാനം ഒരു ജാതി ജാതകത്തിലുണ്ട്. സിനിമയിൽ പ്രേക്ഷകരെ കൂടുതൽ ആകർഷിക്കുക സിറ്റുവേഷണൽ കോമഡികളാണ്. തമാശയ്ക്ക് വേണ്ടി തമാശ ഉണ്ടാക്കിയതുപോലെയല്ലാതെ പെട്ടെന്ന് ചാടി വരുന്ന തമാശകൾക്കും പ്രാദേശിക സ്വഭാവമുണ്ടെങ്കിലും എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ചിരിയുണ്ടാവുകയും ചെയ്യും. ചില തമാശകളിൽ അറിയാത്ത ഭാവത്തിൽ ദയാർത്ഥ പ്രയോഗങ്ങൾ കയറി വരുന്നുണ്ട്. പുതിയ കാലത്ത് പൊളിറ്റിക്കലി ശരിയല്ലെന്ന് വിലയിരുത്തപ്പെടുന്ന എത്രയോ പദാവലികളും രീതികളും സിനിമയിൽ പ്രയോഗിക്കുന്നുണ്ട്. കറുത്ത പെണ്ണ്, പോക്കാച്ചി തവളയുടെ രൂപം, കുണ്ടൻ, LGBTQ, മഴവില്ലി തുടങ്ങി നിരവധി പദപ്രയോഗങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. കോമഡിക്കായി ഇത്തരം പദങ്ങൾ ഇട്ടുകൊടുക്കുന്ന കാഴ്ച സങ്കടകരമാണ്. വളരെ സെൻസിറ്റീവായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ട ജാഗ്രത പുലർത്തിയോ എന്നത് സംശയമാണ്. നായകൻ വിനീതിൻ്റെ അച്ഛനും സംവിധായകൻ M. മോഹനൻ്റെ സഹോദരി ഭർത്താവുമായ ശ്രീനിവാസൻ മുമ്പേ പരീക്ഷിച്ച് വിജയിച്ച നിരവധി ശൈലികളും രീതികളുമാണ് ഒരു ജാതി ജാതകത്തിൻ്റെ അടിസ്ഥാനം. ശ്രീനിവാസൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം എളുപ്പത്തിൽ ദഹിക്കുന്ന വിധത്തിലാണ് ഒരു ജാതി ജാതകം എഴുതിയിരിക്കുന്നത്. ഒരു കഥ പറഞ്ഞു പോകുന്നതിനിടയിൽ കുറേ സന്ദേശങ്ങളും പറയണമെന്ന നിർബന്ധമുള്ളതുകൊണ്ടായിരിക്കണം അത്തരം കുറേ കാര്യങ്ങളും തിരക്കഥയിൽ കയറി വരുന്നുണ്ട്. ഒരു ഭാഗത്ത് ജാതകത്തിലും കൈനോട്ടത്തിലുമെല്ലാം തികഞ്ഞ വിശ്വാസം, മറുവശത്ത് ജാതകം കത്തിച്ച് കടുപ്പത്തിൽ ചായ ഉണ്ടാക്കാനുള്ള ആഹ്വാനം. സ്വവർഗാനുയാഗമെന്നത് കുണ്ടനാണെന്ന സങ്കല്പം, ഗേയോ ലെസ്ബിയനോ ആകുന്നത് വെറും സാധാരണ സംഗതി തുടങ്ങി ഒരു വിഷയത്തിൻ്റെ 2 വശങ്ങളും അവതരിപ്പിച്ച് സിനിമ പ്രേക്ഷകന് ഇഷ്ടമുള്ളത് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകുന്നുണ്ട്. നിരവധി സിനിമകളുടെ റെഫറൻസുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ജാതി ജാതകത്തിൽ. കാർമേഘങ്ങളെ വകഞ്ഞുമാറ്റി ഒരു നാൾ സൂര്യൻ വെളിച്ചത്ത് വരുമെന്ന മമ്മൂട്ടിയുടെ സംഭാഷണം, തട്ടത്തിൻമറയത്തിലെ പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ നടക്കുമ്പോഴുള്ള കാറ്റിനെക്കുറിച്ചുള്ള സംഭാഷണത്തിൻ്റെ മറ്റൊരു രൂപം, തട്ടത്തിൻമറയത്തിലെ തന്നെ ആയിഷ, ബേസിൽ ജോസഫ്, ദർശന രാജേന്ദ്രൻ ചിത്രം, ജയ 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 ഹേ തുടങ്ങിയ സിനിമകളാണ് ഒരു ജാതി ജാതകത്തിൽ പ്രേക്ഷകരെ കൂട്ടിയിണക്കാനെത്തുന്നത്. വിനീത് ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വളരെ അനുയോജ്യമായ കഥാപാത്രം തന്നെയാണ് ജയേഷ് മാമ്പ്രത്ത്. കഥ നടക്കുന്നത് സ്വന്തം നാട്ടിലും തൻ്റെ കഥാപാത്രം സംസാരിക്കുന്നത് സ്വന്തം പ്രാദേശിക മലയാളമാണെന്നതും വിനീതിനെ ഇരട്ടി വേഗത്തിൽ കഥാപാത്രമായി മാറാൻ സഹായിച്ചിട്ടുണ്ട്. നിഖില വിമലോ മറ്റ് നിരവധി പെൺകുട്ടികളോ ഈ സിനിമയിലെ നായികമാരല്ല. അവരെല്ലാം നായക കഥാപാത്രത്തിൻ്റെ അവസ്ഥാന്തരങ്ങളെ അടയാളപ്പെടുത്താൻ കടന്നു വരുന്നവർ മാത്രമാണ്. കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരിൽ ഭൂരിപക്ഷവും കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് പ്രദേശങ്ങളുള്ളവരായതിനാൽ പൊതു മലബാർ ശൈലി അവർക്കെല്ലാം എളുപ്പത്തിൽ പറയാനും അവതരിപ്പിക്കാനുമായിട്ടുണ്ട്. വളരെ തന്മയത്വത്തോടെയും അതിലേറെ തീർത്തും പ്രാദേശികവുമായാണ് സിനിമയിലെ സംഭാഷണങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഒരു രംഗത്ത് മാത്രം നെടുനീളം സംഭാഷണം പറയുന്ന സയനോര ഫിലിപ്പിൻ്റെ മാട്രിമോണിയൽ ഏജൻസിയിലെ ബേബിക്ക് പോലും തനി മലബാർ ശൈലിയാണ് വരുന്നത്. സിനിമയുടെ സാഹചര്യത്തിന് അനുസരിച്ച് വരികൾ എഴുതാനുള്ള കഴിവ് മനു മഞ്ജിത്ത് ഈ ചിത്രത്തിലും പ്രകടമാക്കിയിട്ടുണ്ട്. ടൈറ്റിൽ വരുന്ന കല്യാണ വീട്ടിലെ പാട്ടിനും മദിരാശിയിലെ ഫ്ലാറ്റിലെ ആഘോഷത്തിന് പാടുന്ന പാട്ടിനും 2 ഭാഷാശൈലികൾ മാത്രമല്ല, നാട്ടുമ്പുറ നഗര വ്യത്യാസങ്ങളും പരമ്പരാഗത ആധുനിക പ്രയോഗങ്ങളും ഉൾപ്പെടുത്തിയാണ് ചമച്ചിരിക്കുന്നത്. ആവേശത്തിൽ രംഗണ്ണൻ കുട്ടികൾക്കായി അവതരിപ്പിക്കുന്ന സ്വീറ്റിയെ മനോഹരമാക്കിയ പൂജ മോഹൻരാജ് ജയേഷിൻ്റെ ചേച്ചിയായി എത്തി മിഴിവും മികവും തെളിയിച്ചിട്ടുണ്ട്. അവസാന ഭാഗത്ത് ഒറ്റ സ്ട്രെച്ചിൽ നിരവധി ട്വിസ്റ്റുകളാണ് പ്രേക്ഷകർക്കായി സിനിമ ഒരുക്കി വച്ചിരിക്കുന്നത്. അവസാനിച്ചെന്ന് തോന്നുന്നിടത്ത് പുതിയൊരു ഭാഗം അവതരിപ്പിക്കുന്നതിലൂടെ താൻ പ്രതീക്ഷിക്കുന്നിടത്തല്ല സിനിമ വന്നു ചേരുന്നതെന്ന് പ്രേക്ഷകന് ബോധ്യപ്പെടുമെങ്കിലും നേരിയൊരു ലാഗ് അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. കുറച്ച് സമയം തിയേറ്ററിൽ ഇരുന്ന് കോമഡി, റൊമാൻറ്റിക് ട്രാക്കിലൊരു സിനിമ കണ്ട് കുറച്ച് ചിരിച്ചും ആസ്വദിച്ചും കാണാവുന്ന തരത്തിലാണ് ഒരു ജാതി ജാതകം M. മോഹനൻ ഒരുക്കി വെച്ചിട്ടുള്ളത്. കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് രാകേഷ് മണ്ടോടിയാണ്.
തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇറങ്ങിയ 3 സിനിമകളുടെയും പ്രമേയം വിവാഹവുമായി ബന്ധപ്പെട്ടതായി എന്നത് യാദൃശ്ചികമാണ്. എന്നാൽ 3ലും പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്ത 3 വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് കാര്യം പ്രത്യേകം എടുത്തു പറയണം. മീശ മാധവൻ, മനസ്സിനക്കരെ, പട്ടാളം, തിരക്കഥ, ക്രിസ്ത്യൻ പ്രദേശ് തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച മഹാസുബൈറാണ് വർണ്ണചിത്രയുടെ ബാനറിൽ ഒരു ജാതി ജാതകം നിർമ്മിച്ചത്.